ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ, നിങ്ങളെ ഭർത്താനൊക്കെ സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മുറ്റത്തൊക്കെ നല്ല പുല്ലുണ്ടാക്കി വെച്ചിട്ട് നല്ല കട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുക്കാന്ന് വെച്ചാൽ നല്ല ഭംഗിക്കാരല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു പണി എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ കുറച്ചൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന ആൾക്കാർ ഇത് ചെയ്ത് നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിനൊരു പ്രത്യേക രസം തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് എൻ്റെ കാക്കാൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഏത് പുല്ലാണ് ഏത് കല്ലാണ് അതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. അപ്പോൾ നേരത്തെ നമ്മുടെ ഇൻട്രോ കണ്ടിട്ട് ചാനൽ മാറിയെന്നൊന്നും വിചാരിക്കേണ്ട, നമ്മുടെ ചാനൽ തന്നെയാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നതിനായിട്ട് ആദ്യം മുറ്റത്തെ മണ്ണൊക്കെ ലെവലാക്കിയിട്ടിട്ടുണ്ട്. പിന്നീട് അതിൽ ചെയ്തിരിക്കുന്നത് ബേബി മെറ്റൽ നിറക്കുകയാണ് ചെയ്തത്. ബേബി മെറ്റൽ അത്യാവശ്യം ഒരു വലിയൊരു ലോഡ് ഇറക്കി, എന്നിട്ട് അത് കംപ്ലീറ്റ് മണ്ണിൽ നിറച്ചിട്ട് ലെവലാക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ എന്ന് പറയുന്നത് താണ്ടൂർ സ്റ്റോണാണ്. 4 സ്ക്വയർ ഫീറ്റിൽ വരുന്ന താണ്ടൂർ സ്റ്റോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 40 mm ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോണ് നമ്മൾ നിരത്തി വെച്ച ബേബി മെറ്റലിൽ ലെവലാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. വാട്ടർ ലെവലെല്ലാം പിടിച്ചിട്ടാണ് ഇത് ക്ലിയർ ആക്കി എടുക്കുന്നത്. ഇത് ഇവിടെ അടുത്ത ചെട്ടിപ്പറമ്പ് ഉള്ള വർക്കേഴ്സാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മുറ്റത്ത് മുഴുവനായിട്ട് മെറ്റൽ കൊണ്ട് ലെവലാക്കി നിരത്തി വെച്ചിട്ട് പിന്നെ നമ്മുടെ സ്റ്റോണ് എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് വെച്ചു. അതേസമയം തന്നെ ഒരാൾ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് മണ്ണ് ഇട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കല്ല് വെച്ചിരിക്കുന്ന ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് എല്ലാം ഒരേ ഒരു ലെവലിലുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടാണ് സ്റ്റോൺ വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് പുല്ല് വെക്കുന്നതിന് വേണ്ടി ഒരു 2 സെൻറ്റിമീറ്ററിലൊക്കെ വരുന്ന ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലൊക്കെ പിന്നീട് മണ്ണ് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ചരലുള്ള തരത്തിലുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കളയൊക്കെ സാവധാനമൊക്കെ വരുള്ളൂ. അതല്ല എങ്കിൽ നല്ല പൊടി മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മരുന്നൊക്കെ അടിച്ചിട്ട് വേണം പുല്ല് വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പുല്ല് യൂസ് ചെയ്തിരിക്കുന്ന മെക്സിക്കൻ ഗ്രാസ് ആണ്. ഈ ഗ്രാസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാംഗ്ലൂർ ഗ്രാസ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗ്രാസ് എന്ന് പറയുന്നത്. അത് ഈ ബാംഗ്ലൂർ ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് തന്നെ മെക്സിക്കൻ ഗ്രാസ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. നമ്മുടെ നാടൻ ഗ്രാസ് വരെ ഇങ്ങനെ ബാംഗ്ലൂർ ഗ്രാസാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, അത് നാടനാവുമ്പോൾ കൂടുതലായിട്ട് അതങ്ങ് വളർന്ന് വൃത്തികേടായി വരും. അപ്പോൾ ഈ ഒരു ഗ്രാസ് ആണെങ്കിൽ അങ്ങനെ പതിയെയാണ് വരുള്ളൂ, പിന്നെ നല്ല ലെവലിൽ ഇങ്ങനെ ഒതുങ്ങി കിടന്നിട്ട് വരും ചെയ്യും. അപ്പോൾ നല്ല ലുക്കായിരിക്കും. അപ്പോൾ മുറ്റം കംപ്ലീറ്റ് മണ്ണ് ഫില്ല് ചെയ്ത് നല്ലൊരു ഓസ് എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം അടിച്ച് മെറ്റലും എല്ലാം കളഞ്ഞ് പിന്നെ മണ്ണിലേക്ക് നല്ല ഈർപ്പം കൊടുക്കുകയാണ് പിന്നെ ചെയ്തത്. പിന്നീട് അതിന് ശേഷം ആ പുല്ല് എടുത്തിട്ട് 2 സെൻറ്റിമീറ്ററിൽ വരുന്ന പീസുകളാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിച്ച ഈ പുല്ലെന്ന് പറയുന്നത് 1 അടിയിൽ വരുന്ന പുല്ലാണ്. അപ്പോൾ ഇത് നീളത്തിലുള്ളതും 2 അടിയിലുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നീളം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ പീസുകളായിട്ടാണ് ഇവർ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഗ്യാപ്പിൽ കംപ്ലീറ്റ് ഇതിങ്ങനെ താഴ്ത്തി അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ വെച്ചിട്ട്. അപ്പം ഇങ്ങനെ പുല്ല് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിനുള്ള വളപ്രയോഗം കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. ഇതിനെന്താ ചെയ്ത് കൊടുക്കുക? പ്രത്യേകിച്ച് എന്തെങ്കിലും വളം എന്തെങ്കിലും? ആ, അത് നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്യാവും അല്ലേ? ആ, പുല്ലിൻ്റെ മേലേക്ക് വിതറിയിടുക. ആഹാ. വേപ്പം മണ്ണാക്കും പിന്നെ എന്താ കൊടുക്കുക? പിന്നെ ചെതലിനെ കുറച്ചൊക്കെ കഴിയുമ്പോ അല്ലേ? അങ്ങനെ നല്ല കംപ്ലീറ്റ് ആയിട്ട് പുല്ലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം പിന്നീട് അതിൽ അവർ ചെതലിന് വരുന്ന മരുന്ന് കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു, സ്പ്രേ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ പുല്ലിന് കേടൊന്നും സംഭവിക്കില്ല. പിന്നെ ഇങ്ങനെ ഇവർ വന്ന് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഫുൾ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇടയ്ക്ക് ഒരു മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് വേപ്പൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ അവർ തന്നെ വന്ന് ചെയ്തു കൊടുക്കുന്നതാണ് പറയുന്നത്.
2 നേരം നന്നായിട്ട് നനച്ചു കൊടുക്കണം. ഈ ഒരു പുല്ല് വേര് പിടിച്ച് വരുന്നവരെ 2 നേരം നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു സൈഡിൽ വരുന്ന സ്പേസിൽ നമ്മൾ ഇതുപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നന്നായിട്ട് മണ്ണ് ഫില്ല് ചെയ്തിട്ട് വലിയ ഷീറ്റ് പുല്ല് വാങ്ങിയിട്ട് അങ്ങനെ വിരിക്കുകയാണ് ചെയ്തത്. 2 അടി നീളത്തിൽ വരുന്ന പുല്ലാണ് ആ സൈഡിൽ കൊടുത്തത്. സ്റ്റോൺ വെക്കാതെ ചുമ്മാ പുല്ല് വെക്കുകയാണെങ്കിൽ നമ്മുടെ മുറ്റമൊക്കെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ തന്നെയാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.